അതിരടി സംവിധാനം അരുൺ അനിരുദ്ധ്, സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന സംവിധായകനും പോൾ സ്കറിയയും ചേർന്നാണ്. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു തുടങ്ങിയവരൊക്കെ അഭിനയിച്ച ഈ മലയാളം ആക്ഷൻ കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടി സാംകുട്ടൻ എന്ന ഒരു വിദ്യാർത്ഥി നടത്തുന്ന ശ്രമങ്ങളാണ് ഈ പടത്തിന്റെ കഥ എന്ന് ഒറ്റ വാക്കിൽ പറയാം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു ആവറേജ് ഫീലാണ് തോന്നിയത് എന്ന് മാത്രമല്ല, പേഴ്സണലി എനിക്ക് ഈ പടം വർക്കായില്ല എന്ന് തന്നെ പറയാം. ഒരു മോശം പടമെന്ന് ഞാൻ പറയില്ല, ഞാൻ കുറച്ച് ശ്രമിച്ചു ഒന്ന് ഇന്നാകാൻ വേണ്ടി, പക്ഷെ കാര്യം ഉണ്ടായില്ല. പടം ചിലർക്ക് വർക്കാവുമായിരിക്കും കേട്ടോ, ഈ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഒരു ഓളത്തിന് പോയിരിക്കുമ്പോൾ. പക്ഷെ നല്ല ഓളമുള്ള ഒരു തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ട് പോലും എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല. മേ ബി കുറച്ച് ബെറ്റർ സ്ക്രിപ്റ്റ് വേണം, അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ കണക്ഷൻ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം എന്നുള്ളതൊക്കെ കൊണ്ടാവും. ഇതില് അങ്ങനെയൊന്നും ഇല്ല. പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം. അവിടെ ഇവിടെ ചില കോമഡി എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു, ചില റെഫറൻസ് ഒക്കെ രസമുണ്ടായിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള ഒരു പടമാണ്, അത് കാണാനും ഉണ്ട്. ടെക്നിക്കലി പടം നല്ലതാണ്. പടത്തിന്റെ സ്റ്റാർട്ടിങ് എന്തുകൊണ്ടാണ് ഇവിടെ ഫെസ്റ്റ് നടക്കാത്തത് എന്നുള്ള ഒരു കാരണം, ആ ഒരു സംഭവം കാണിച്ച് നൈസായിരുന്നു. പക്ഷെ പിന്നെ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ വന്നിട്ട് കുറച്ച് കോളേജ് പോർഷൻസ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഓവറായിട്ടും ക്രിഞ്ചായിട്ടുമാണ് ഫീൽ ചെയ്തത്. പൊതുവെ ബേസിലിന്റെ കോമഡി ഒക്കെ എനിക്ക് വർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബേസിൽ ജോസഫിന്റെ പടങ്ങളുടെ എന്റെ റിവ്യൂ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എനിക്കിതിൽ ബേസിൽ നല്ല വെറുപ്പിക്കലായിട്ടാണ് ഫീൽ ചെയ്തത്. ചേട്ടൻ വിഷ്ണു അഗസ്ത്യയുടെ ക്യാരക്ടറുമായിട്ട് ഒരു ഇമോഷണൽ ട്രാക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനൊരു വെയിറ്റേജ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ ആ ഒരു ക്യാരക്ടർ ഒരു സുഖകരമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ പടം ഒരു ഇന്റർവെൽ ഒക്കെ അടുക്കുമ്പോഴേക്കും ടൊവിനോയുടെ കുറച്ച് മാസ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതോടെ പടം ഒന്ന് ചൂട് പിടിച്ച ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തന്നായിരുന്നു. ടൊവിനോയുടെ ക്യാരക്ടർ അത്യാവശ്യം മാസൊക്കെയുള്ള, എന്നാൽ കുറെ കാര്യങ്ങൾ പുള്ളി കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രം എന്ന നിലയിൽ ഒരു പ്രതീക്ഷയൊക്കെ തന്നായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ ആ ക്യാരക്ടറും വളരെ ശോകമായിട്ട് മാറുകയാണ് ചെയ്തത്. ലാസ്റ്റ് വീക്കായ ബോറായ ഒരു കഥാപാത്രമായിട്ട് അത് അവസാനിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് വിഷ്ണു അഗസ്ത്യയുടെ ക്യാരക്ടറും. ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നേണ്ട ഒരു കഥാപാത്രമാണ്, പക്ഷെ അത് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കി ചിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പടം നടത്തുന്നത്. പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ ചിരിയൊന്നും വന്നില്ല. വിനീത് ശ്രീനിവാസനൊക്കെ എവിടെയൊക്കെയോ ചില കോമഡി ചിലതൊക്കെ വർക്കായി എങ്കിലും മൊത്തത്തിൽ ഇടയ്ക്കൊക്കെ കുറച്ച് ഓവറായിട്ടാണ് ആ കഥാപാത്രം എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഷാൻ റഹ്മാന്റേത്, പുള്ളിയുടെയും എനിക്ക് പേഴ്സണലി കുറച്ച് വെറുപ്പിക്കുന്നതായിട്ടാണ് തോന്നിയത്. നായിക റിയ ഷിബു ഒരു പ്രേതം ക്യാരക്ടർ അല്ലായിരുന്നു എന്നേ ഉള്ളൂ. സർവമായയിലെ സെയിം സ്റ്റൈൽ, അതേ ലുക്ക്, അതേ റോള്, അതേ അഭിനയത്തിൽ ജീവനോടെ വന്നു എന്നൊരു പ്രത്യേകത മാത്രമേ തോന്നിയുള്ളൂ. സെറിൻ ഷിഹാബ് ടൊവിനോയുടെ ഭാര്യയായിട്ട് വരുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ടൊന്നും പടത്തിൽ ചെയ്യാനില്ല. ദർശനയ്ക്ക് ഇത്തവണയും ദുരന്തമാവുന്ന ഗസ്റ്റ് റോൾ ആണുള്ളത്. പിന്നെ ജിയോ ബേബി, ശാന്തിവിള ദിനേശ്, പിന്നെ കുറെ സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ പടത്തിലുണ്ട്. ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്, പക്ഷെ അതിന് ഒരു വലിയ ഇമ്പാക്ട് എനിക്ക് പേഴ്സണലി സ്ക്രിപ്റ്റിലുള്ളതായിട്ട് തോന്നിയില്ല. ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു പടമാണ്. ഇതിന്റെ ക്യാമറ കൊള്ളാം, നല്ല കളർഫുൾ ആയിരുന്നു. ക്യാമ്പസ് ഫിലിം എന്ന രീതിയിൽ ചേരുന്ന രീതിയിലുള്ളതാണ് ഇതിന്റെ വിഷ്വൽസ്. സാമുവൽ ഹെൻറിയാണ് ഇതിന്റെ ഛായാഗ്രഹണം. അതുപോലെ ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ്. പുള്ളിയുടെ സ്റ്റൈലിഷ് കട്ട്സ് നൈസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷ്ണു വിജയുടെ മ്യൂസിക്, പ്രത്യേകിച്ച് ക്ലൈമാക്സിലുള്ള പാട്ട്, അത് രസമുണ്ടായിരുന്നു. സോ പടത്തിന്റെ പ്രധാന പ്രശ്നം സ്ക്രിപ്റ്റിൽ തന്നെയാണ്. കേന്ദ്ര കഥാപാത്രത്തിന് ഈ ഒരു മുടങ്ങിക്കിടന്ന ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള ശ്രമം, പക്ഷെ അതിന്റെ ആവശ്യകത അല്ലെങ്കിൽ കാരണം അതൊക്കെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കി അവതരിപ്പിക്കാനൊന്നും സ്ക്രിപ്റ്റിന് സാധിച്ചിട്ടില്ല. ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവരിങ്ങനെ കുറച്ച് ശ്രമം നടത്തുന്നു, അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ ആ പരിപാടി തീർച്ചയായിട്ടും നടന്നേ പറ്റൂ, ഇല്ലെങ്കിൽ എന്തോ വൻ ജീവൻ മരണ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമായി തീരും, അങ്ങനെ ഒരു സ്ട്രോങ് ഫീൽ ഒന്നും നമുക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും പടത്തിന് മൊത്തത്തിൽ ഒരു സ്ട്രോങ് ഇമോഷണൽ ഡെപ്തും ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ പടത്തിന്റെ ലെങ്തും കുറച്ച് കൂടുതലാണ്, അത് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ്. സോ എന്തൊക്കെയോ കാണിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ഒരു ശ്രമം നടന്നെങ്കിലും വീക്കായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തിരിച്ചടിയായിട്ടുള്ള ഒരു പടമാണത്. സോ മൊത്തത്തിൽ ഭയങ്കര മോശം എന്നല്ല, എന്നാൽ അത്ര നല്ലതായിട്ടും ഫീൽ ചെയ്തില്ല എന്ന് തോന്നിയ ഒരു പടമാണിത്. സോ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ആവറേജ് ആണെങ്കിൽ പോലും എനിക്ക് വ്യക്തിപരമായി പടം വർക്കായിട്ടുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ എന്റെ അഭിപ്രായമാണ്, ഞാൻ പറഞ്ഞില്ല, ചുമ്മാ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഓളത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വർക്കായി എന്ന് വരാം. സോ ചിലർക്കാകും, ചിലർക്കാവില്ല, അത്രേ ഉള്ളൂ. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 40 മിനിറ്റ് എങ്ങാണ്ടാണ് പടത്തിന്റെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.